സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. സുവിശേഷത്തിൽ ഇന്ന് പറയുകയാണ്, പ്രവാചകന് സ്വന്തം സ്ഥലത്ത് ഒരു അംഗീകാരം ലഭിക്കുന്നില്ല എന്ന്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് മനസ്സിലായത് ഒരുപക്ഷേ നമ്മെക്കുറിച്ച് ഈ വിസ്ഡം കിട്ടുന്നത് നമ്മുടെ കഴിവല്ല എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ട്. എന്നാൽ മറ്റുള്ളവർക്ക് നമ്മളെ മനസ്സിലാക്കുന്നത്, ഞാൻ ഇന്നയാളല്ലേ, ഞാൻ ഇന്ന വ്യക്തിയല്ലേ, ഇവൻ എങ്ങനെയാണ് ഈ വിസ്ഡമൊക്കെ കിട്ടുന്നത്, ഇതൊക്കെ ഒരു നാട്യമാണോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് നമുക്ക് ആർക്കും പ്രവാചകനെ അംഗീകരിക്കാൻ പറ്റില്ല. വ്യക്തമായിട്ട് അറിയാവുന്നവനെ, ചിലപ്പോൾ അവൻ്റെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ അവൻ ഇപ്പോൾ ലഭിക്കുന്ന ഈ സൗഖ്യവും ഇതെല്ലാം ഒരുതരം നാട്യമല്ലേ എന്ന് ചിന്തിക്കാം. എന്നാൽ അവൻ ഉള്ളിലൂടെ കടന്നു പോകുന്ന ദൈവാനുഭവം എന്താണെന്ന് അവന് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് അവന് മുമ്പിൽ സ്വർഗം തുറക്കപ്പെടുന്നതുകൊണ്ടാണ് ഈ വിഷനും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അറിവുകളുമൊക്കെ ലഭിക്കുന്നത്. അതായത് അവൻ്റെ ബുദ്ധി കൊണ്ട് പ്രവർത്തിക്കുന്നതല്ല. അപ്പോൾ അവൻ്റെ ബുദ്ധി കൊണ്ട് ആണ് പ്രവർത്തിക്കുന്നതല്ല എന്നുള്ള തിരിച്ചറിവിൽ നമ്മളും ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ നമുക്ക് പ്രവാചകനെ അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ നോക്കിയാൽ പ്രവാചകനെ മനസ്സിലാവില്ല. കാരണം ഇത് സ്വർഗീയമായ കാര്യമാണ്. ദൈവികമായ രഹസ്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുവാൻ ദൈവികമായ ഒരു ജ്ഞാനം നമുക്ക് ലഭിക്കണം. അതുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കാം, കർത്താവേ, ഞങ്ങളെ യഥാർത്ഥ വഴിയെ നടത്തണമേ, ദൈവികമായ ജ്ഞാനത്താൽ ഞങ്ങളെ വളർത്തണമേ, ഞങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ സഹായിക്കണമേ. അതിനുള്ള കൃപാവരം ലഭിക്കട്ടെ. ഓരോരുത്തരെയും ശ്രേഷ്ഠരായി കാണുവാനുള്ള കൃപാവരം ലഭിക്കുന്നവനാണ് യഥാർത്ഥ ദൈവമകൻ. മറ്റുള്ളവനേക്കാൾ അവൻ എന്നേക്കാൾ ശ്രേഷ്ഠനാണ് എന്ന് തിരിച്ചറിയുവാൻ, അവൻ എത്ര കുറഞ്ഞാലും എത്ര അവസ്ഥയിലാണേലും എന്നേക്കാൾ അവൻ ശ്രേഷ്ഠനാണ്. കാരണം അവൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവനാണ്. ഈശോ അവനിൽ വസിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പരിശുദ്ധ അമ്മ കൈകൂട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു സ്റ്റാച്യുവിൻ്റെ മുമ്പിൽ ഞാൻ നിന്നപ്പോൾ മാതാവ് എന്നോട് പറഞ്ഞതുപോലെ എനിക്ക് തോന്നി, ഞാൻ നിൻ്റെ മുമ്പിൽ കൈകൂട്ടിപ്പിടിച്ച് നിൽക്കുന്നത് എന്തിനാണെന്നറിയാമോ? അതായത് നിന്നിൽ ഈശോ വസിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. നിനക്കത് ഇതുവരെയും മനസ്സിലായിട്ടില്ല. അതാണ് നിനക്കുള്ള കുഴപ്പം. നമ്മളെല്ലാവരിലും ഈശോ വസിക്കുന്നുണ്ട് സഹോദരങ്ങളെ. ഈശോ വസിക്കുന്ന ഒരാളെയും നമുക്ക് എതിർക്കാൻ അവകാശമില്ല. കാരണം നീ എതിർക്കുമ്പോൾ ആ വ്യക്തിയിലെ യേശുവിനെയും കൂടിയാണ് നീ എതിർക്കുന്നത്. നീ ഒരു പീലാത്തോസ് ആകുകയാണ്, നീ ഒരു ഹെറോദോസ് ആകുകയാണ്. അതുകൊണ്ടാണ് നമുക്കൊരാളെയും വിധിക്കാൻ അവകാശമില്ല എന്ന് പറയാൻ കാരണം യേശുവിനെയും കൂടെ കൂട്ടിയാണ് നമ്മൾ വിധിക്കുന്നത്. നമ്മൾ യേശു ഇല്ലാതെയല്ല നമ്മൾ വിധിക്കുക. അതുകൊണ്ട് യേശുവിനെയും കൂട്ടി വിധിക്കാതിരിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീയാൽ നിറയ്ക്കണമേ, അഭിഷേകമായി നിറയണമേ. അഗ്നിയാൽ അഭിഷേകം ചെയ്തന്നെ പുതുജീവനേ കിടണേ. അഗ്നിയാൽ നിറയ്ക്കണമേ, അഭിഷേകമായി നിറയണമേ. അഗ്നിയാൽ അഭിഷേകം ചെയ്തന്നെ പുതുജീവനേ കിടണേ. ആത്മാവേ, തീനാളമായി ദാസരിൽ വന്നു നിറയണമേ. ആത്മാവേ, തീനാളമായി ദാസരിൽ വന്നു നിറയണമേ. അഭിഷേകമായി അനുദിനവും അരൂപിയെ പറ